ഹായ് നമസ്കാരം, ഞാൻ മുബാറക് സി ജെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു CRM ഉപയോഗിക്കാം, അതേപോലെ തന്നെ CRMലേക്ക് എങ്ങനെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് കണക്ട് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന CRM ഹബ്സ്പോട്ടിൻ്റെ ഒരു CRM ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രീ വേർഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഫ്രീ വേർഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ CRM ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ CRM എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലീഡ് ലഭിക്കും. അപ്പോൾ ലീഡ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാഫ് അല്ലെങ്കിൽ നിങ്ങളോ നിരന്തരം അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും റിജക്ഷൻ ആവും. ചില ആളുകൾ പറയും ഞാൻ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് അറിയിക്കാം. ചില ആളുകൾ പറയും ഞാൻ നാളെ വന്നിട്ട് ജോയിൻ ചെയ്യാം. ചില ആളുകൾ പറയും ഞാനിപ്പം ഒരു ചെറിയ തിരക്കിലാണ്, ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ഇവരെ മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ഓണർ ആണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഒരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവർ എത്ര കോള് ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണ് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ലീഡിന് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാറ് ബുക്കിൽ ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു കോളം വരച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാണ് ചെയ്യുക, ഒരു കോളം വരച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിലെന്ത് ചെയ്യും, നമ്മൾ വിളിച്ച ഡേറ്റ് എഴുതും, അതിനുശേഷം വിളിച്ച സമയത്ത് അവരെന്താണ് പറഞ്ഞത്, ഇനി എന്നാണ് അവർ വിളിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നായിരിക്കും ഇനി അവരെ വിളിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് നോക്കും. അതായത് ഒരു കസ്റ്റമർ 3 പ്രാവശ്യം അല്ലെങ്കിൽ 7 പ്രാവശ്യം വിളിച്ചാലാണ് അവർ ക്ലോസ് ചെയ്യോ ഇല്ല എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അവർ ക്ലോസ് ചെയ്യോ ഇല്ല എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ ഈ പറഞ്ഞുള്ള ഫോളോ അപ്പിങ് കാര്യങ്ങളൊക്കെ മാനുവലായിട്ട് എഴുതുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിത് ഒരു സമയത്ത് നമുക്ക് തോന്നുകയാണ് എല്ലാത്തിൻ്റെ റിപ്പോർട്ട് ഇടണം. അതായത് എത്ര ആളുകൾ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്, എത്ര ആൾക്കാർ അടുത്ത മാസം ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനുവലി ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷൻ എന്ന് പറയുന്ന ഒരു പേരാണ് CRM. ഇത് ഈ ഒരു പർപ്പസിന് മാത്രമല്ല പല കാര്യങ്ങൾക്കും ഈ ഒരു CRM ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഫോളോ അപ്പിംഗ് ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെയുള്ള ലീഡുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ഈ ഒരു CRM ഉപയോഗിക്കാം എന്നുള്ളതും, നിങ്ങൾ ഫേസ്ബുക്ക് വഴി, അതായത് മെറ്റ വഴി നിങ്ങളൊരു ക്യാമ്പയിന്, ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാമ്പയിനിൽ വരുന്ന ലീഡുകളെ എങ്ങനെ CRMലേക്ക് കൊണ്ടുവരാം എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഷോപ്പിഫൈ സ്റ്റോർ ഡെവലപ്മെൻറ്റ്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്സ് തുടങ്ങിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു CRMയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ഈ CRMലേക്ക് എങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം, CRM എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലത്തെ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഇതിലാണ് നമ്മൾ CRMൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗെറ്റ് ഫ്രീ CRM എന്നുള്ളത്, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് സൈനപ്പ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇമെയിൽ ID വെച്ച് സൈനപ്പും ചെയ്യുക, ഇമെയിൽ ID എൻ്റർ ചെയ്തിട്ട് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ID സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് ഇതുപോലെ വരും. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പം എന്താണ് നിങ്ങളുടെ റോൾ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓണർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് ഏതാണോ അത് കൊടുക്കാം. അതേപോലെ തന്നെ കമ്പനി സൈസ് വേണമെങ്കിൽ അത് കൊടുക്കാം, പിന്നെ കമ്പനി നെയിം വേണമെങ്കിൽ അതും കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്കിപ്പ് ഫോർ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ഞാൻ ഐ വിൽ മാനുവലി എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഒരു സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ഫോർ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഈ ടേബിൾ ഞാൻ ഫസ്റ്റ് ഈ രീതിയിലൂടെ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഓൺ ബോർഡിങ്ങിലാണ്. ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ഇവിടെ എന്ത് ചെയ്യുക, സ്കിപ്പ് സെറ്റപ്പ് എന്നുള്ള മുകളിൽ കാണുന്ന ബട്ടൺ എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജനറേറ്റ് ലീഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് മാനുവൽ സെറ്റപ്പ് എന്നുള്ളത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഫേസ്ബുക്ക് എങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന്
ചെക്ക് ചെയ്യാം. ഇനി എങ്ങനെ നമുക്ക് ഈ ഹബ്സ്പോട്ടിൻ്റെ CRMലേക്ക് നമ്മളുടെ ഫേസ്ബുക്കിനെ കണക്ട് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആഡ് അക്കൗണ്ട് എന്ത് ചെയ്യണം, ഈ CRMലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. എന്നിരുന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു CRMലേക്ക് ആ ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിനെ സിങ്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ സൈഡിലായിട്ട് ഇത് ഡാഷ്ബോർഡിൽ തന്നെ സൈഡിലായിട്ട് കാണാൻ പറ്റും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഇതിൽ ആഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫേസ്ബുക്കിൻ്റെ ലീഡായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം, ഗൂഗിൾ ആഡ്സ് കണക്ട് ചെയ്ത് കൊടുക്കാം, ലിങ്ക്ഡിൻ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫേസ്ബുക്ക് കണക്ട് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ അക്കൗണ്ട് എന്ത് ചെയ്യാൻ കൺഫേം ചെയ്യിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് കൺഫേം ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ചോദിക്കും, വീണ്ടും കണ്ടിന്യൂ കൊടുക്കാം. പിന്നീട് ഈ രീതിയിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങളുടെ ആഡ് അക്കൗണ്ടുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ആഡ് അക്കൗണ്ടാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ മാറിപ്പോകരുത്, പേജല്ല ആഡ് അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ അഡ്മിൻ റൈറ്റ്സ് ഉള്ള എല്ലാ ആഡ് അക്കൗണ്ടുകളും ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ആഡ് അക്കൗണ്ടാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നത് ആ ആഡ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് കണക്റ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നേരെ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങളോട്, അതായത് ഈ ഒരു ആഡ് അക്കൗണ്ട് പെർമിഷനുള്ള എല്ലാ പേജുകളും ചോദിക്കും. അപ്പോൾ ഏത് പേജാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഉള്ള സ്റ്റേജ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു പേജ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്ക് വരും. ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. മുമ്പ് നമ്മൾ ആഡ് അക്കൗണ്ട് ആയിരുന്നു സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, പേജാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേജസ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും, അല്ലാതെ നിങ്ങളൊരു പേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കിവിടെ മൾട്ടിപ്പിൾ പേജസ് ഉണ്ടായതുകൊണ്ടാണ് ഒരുപാട് പേജസ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഏത് പേജാണോ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേജ് മാത്രം സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാറോ, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ്റെ ഡാറ്റാസ് ഇല്ല, അതും ഇങ്ങോട്ട് എടുക്കണോ, അതല്ല നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന ലീഡ് ജനറേഷൻ്റെ ആ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് മാത്രം ഇതിലേക്ക് വന്നാൽ മതിയോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രഷ് ആയിട്ട് തുടങ്ങണം ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ന്യൂ ലീഡ്സ് എന്നുള്ള കൊടുത്താൽ മതി. അതല്ല നിലവിലുള്ളതും കൂടെ ഇതിലേക്ക് വന്നോട്ടെ എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ട് തുടങ്ങണം എന്നുള്ളൊരു പ്ലാനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ന്യൂ ലീഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റത്താണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളോട് ചോദിക്കും പിക്സൽ സെലക്ട് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇത് കമ്പൾസറി ഒന്നുമല്ല, നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് പിക്സൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പിക്സൽ സെറ്റ് ചെയ്തതിന് ഇവിടെ സ്കിപ്പ് ദിസ് സെറ്റപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഇത്രയും ചെയ്തതിന് ശേഷം ഗോ ടു ആഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് റിമൈൻ മീ ലേറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതിലേക്ക് കണക്ട്, അതായത് ഇപ്പോൾ നമ്മളിതിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് സിങ്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞുതരാം. ഇപ്പോൾ സൈഡിലായിട്ട് കാണാൻ പറ്റും, ഈ സൈഡിലായിട്ടാണ് മെനു വരിക, ഹോം, അതേപോലെ തന്നെ കോൺടാക്റ്റ്. അപ്പോൾ ഇതിലാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. പിന്നെ ആഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ആഡ്സ് എന്നുള്ളതിൽ പോയിട്ട് ഒരുപാട് അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇയർ നിങ്ങൾ ആഡ് അക്കൗണ്ടുകളൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. ആക്റ്റീവായിട്ടുള്ള സ്റ്റാറ്റസുകളൊക്കെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്യാനും. പിന്നെ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്ര എമൗണ്ട് സ്പെൻഡ് വന്നു എന്നുള്ളതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ചില ഓപ്ഷൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള വെർഷൻ യൂസ് ചെയ്യണം. പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഇപ്പം നിങ്ങളിപ്പം ഒരു ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു തുടക്കക്കാർക്ക് ഒരു CRM വേണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഹബ്സ്പോട്ടിൻ്റെ ഈ ഒരു CRM. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കോൾ ഫോളോ അപ്പിങ്ങും അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. അതൊരു ബുക്കിൽ എഴുതി വെക്കുന്നതിന് പകരം ഒരു സിസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹബ്സ്പോട്ടിൻ്റെ CRM ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ ഇവിടെ കാണാൻ പറ്റും CRM എന്നാണ്, അതായത് ഈ ഒരു ഓപ്ഷനിൽ കോൺടാക്ട് ബട്ടണിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അതിൽ CRMൽ കോൺടാക്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കോൺടാക്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വരും. അപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഒരു ഫിൽറ്റർ സെലക്ട് ആയി കിടക്കുന്നുണ്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങളവിടെ ലീഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആ കോൺടാക്റ്റ് ഇവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് വരും. ഇനി നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ കുറച്ച് ലീഡ് കാര്യങ്ങളായിട്ടുള്ള കുറച്ച് ഡാറ്റകളുണ്ട്, കുറച്ച് കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പം പൊതുവേ പല ആളുകളും തേർഡ് പാർട്ടീൻ്റെ അടുത്ത് നിന്നൊക്കെ കോൺടാക്ട് ലിസ്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അതിൽ ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു കോൺടാക്റ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഹബ്സ്പോട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് കോൺടാക്ട്സ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ട് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ കയ്യിൽ അങ്ങനെയുള്ള ഫോം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ, അതായത് ആഡ് കോൺടാക്റ്റിൽ വന്നിട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നേരെ ഇമ്പോർട്ട് ഫയൽ എന്നുള്ളത് കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു CRMൽ
മറ്റുള്ള CRMകൾക്ക് ഉപയോഗിക്കണം അതിൽ നിന്നുള്ള ഡാറ്റയും ഇതിലേക്ക് കൊണ്ടുവരാം. ഇവിടെ കണക്റ്റ് ആയി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കില്ല, നമ്മളെ കയ്യിലുള്ള എക്സൽ ഷീറ്റ് എങ്ങനെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കണം, അല്ലെങ്കിൽ ആ എക്സൽ ഷീറ്റിലുള്ള ഡാറ്റ എങ്ങനെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇമ്പോർട്ട് ഫയൽ എന്നുള്ളതിൽ ഇമ്പോർട്ട് ഡാറ്റ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്റ്റാർട്ട് ഇമ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ചോദിക്കും ഏത് തരത്തിലുള്ള കോൺടാക്റ്റ് ആണെന്ന് ചോദിക്കും. അപ്പോൾ കോൺടാക്ട്സാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് കാർട്ട്, കമ്പനീസ്, ഡീൽസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. നിങ്ങൾക്ക് ഈ CRM എന്ന് പറയുന്നത് വെറും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു കോൺസെപ്റ്റിന് മാത്രമുള്ളതല്ല. CRM എന്ന് പറഞ്ഞാൽ വലിയൊരു കടൽ പോലെയാണ്. കാരണം പല കാര്യങ്ങൾക്കായിട്ട് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് CRM. ഒരു CRM ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള CRM ഇല്ലാതെ പിന്നെ ഒരു കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അവർ അത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ബിൽഡ് ചെയ്യുന്ന പോലെയാണ് ഈ CRM ഒക്കെ യൂസ് ചെയ്തിട്ട് രീതിയിൽ സിസ്റ്റമാറ്റിക്കായി ചെയ്തു പോകുന്ന ആളുകൾക്ക്. അപ്പം ഇതിലിപ്പോൾ നമ്മൾ കോൺടാക്ട്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോൺടാക്ട്സിന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പെർട്ടിക്കുലറായിട്ട് മറ്റെന്തെങ്കിലും ഓപ്ഷൻസിനെ പറ്റി പഠിക്കണമെന്നോ അല്ലെങ്കിൽ അറിയണമെന്നോ താല്പര്യം താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കൂടുതൽ ആളുകളും ഇപ്പോൾ കോൺടാക്ട് ബേസ് ആയിരിക്കും നമ്മുടെ ഇവിടെയുള്ള ഒരു ബിസിനസ് മെത്തേഡിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഓഡിയൻസ് കാറ്റഗറിയിൽപ്പെട്ട ആളുകളും ഈ ഒരു മെത്തേഡായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ കോൺടാക്ട്സിന് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് കോൺടാക്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡൗൺലോഡ് എക്സാമ്പിൾ എന്നുള്ളത്. ഈ ഒരു ഫയൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പോൾ ഈ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അടുത്തുള്ള കോൺടാക്ട് ഡീറ്റെയിൽസുകളൊക്കെ ആദ്യമുള്ള ഫോർമാറ്റിലേക്ക് അനുസരിച്ച് മാറ്റി കൊടുക്കുക. അതിനുശേഷം നേരെ ഇവിടെ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നേരെ അപ്ലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് മാനുവലി കോൺടാക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കോൺടാക്ട്സിലേക്ക് തന്നെ വരിക. എന്നിട്ട് കോൺടാക്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആഡ് കോൺടാക്ട്സിൽ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഏത് രീതിയിലുള്ളതാണ്, ലീഡ് ആണെങ്കിൽ ലീഡ്, പിന്നെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ക്വാളിഫൈഡ് ആണെങ്കിൽ ഇവിടെ അങ്ങനെ ആ രീതിയിലൊക്കെ കൊടുക്കണേ. അപ്പോൾ ലീഡ് കൊടുത്താൽ മതി. ലീഡ് കൊടുത്തിട്ട് ലീഡ് സ്റ്റാറ്റസും ഇവിടെ കൊടുക്കാം. അതിനനുസരിച്ചുള്ള സ്റ്റാറ്റസ് അപ്ഡേറ്റ് കൊടുക്കും. അപ്പോൾ ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതുപോലെ തന്നെ വയ്ക്കാം. എന്നിട്ട് ജസ്റ്റ് ബാക്ക് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലീഡ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലീഡ് സ്റ്റാറ്റസ് എന്നുള്ളത് ന്യൂ ആണ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഈ നമ്പറിലേക്ക് ഇനി ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ കോൾ ചെയ്തുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാളെ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരെ ഏത് കോൺടാക്ട്, അപ്പോൾ നിങ്ങൾ ഏതൊരാളാണോ വിളിക്കുന്നത് അവരെ പേരിൽ ക്ലിക്ക് ചെയ്യുക. പേരിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് കാണാം ലീഡ് സ്റ്റാറ്റസ്. ആ ലീഡ് സ്റ്റാറ്റസ് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ അൺക്വാളിഫൈഡ് എന്നുണ്ടെങ്കിൽ അൺക്വാളിഫൈഡ്, അതല്ലാന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റഡ് ടു കോൺടാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നത്. പിന്നെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന മറ്റൊന്ന് നോട്ട്സാണ്. അപ്പോൾ ഈ നോട്ട്സിലാണ് ഇവിടെ നോട്ട്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ചിലവർ പക്ഷേ ഇവിടെ എബൌട്ടിലായിരിക്കും ഉണ്ടാവുക. നേരെ ആക്ടിവിറ്റീസിലേക്ക് മാറ്റുക. എന്നിട്ട് ഇവിടെ ആക്ടിവിറ്റീസിൽ തന്നെ തൊട്ടടുത്തുള്ള നോട്ട്സിൽ നോട്ട്സിൽ എന്ത് ചെയ്യുക, ക്രിയേറ്റ് നോട്ട് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ എന്താണോ സ്റ്റാറ്റസ് എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞതാവാം. ചിലപ്പോൾ ആളുകൾ പറയും ഞാനിപ്പം ഒരു 2 months കഴിഞ്ഞാലാണ് നോക്കുന്നത്, അപ്പോൾ എനിക്ക് ഞാൻ മറ്റൊരു ബിസിയിലാണെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇനി എന്നാണോ അവരെ കോൺടാക്ട് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ടു ഡു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഗതിയുടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് ടൈമിലാണോ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കേണ്ടത് അത് ഇവിടെ കൊടുക്കാം. ഇനി കസ്റ്റം ഡേറ്റ് ആണെങ്കിൽ കസ്റ്റം ഡേറ്റ് സെലക്ട് ചെയ്തിട്ടും കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് നോട്ട് സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് നോട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് മെയിൽ വഴിയാണെന്നുണ്ടെങ്കിലും കോൾ ആണെന്നുണ്ടെങ്കിലും മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ അതിൻ്റെ ഷെഡ്യൂൾ ചെയ്യാം. കോൾ ആണെന്നുണ്ടെങ്കിൽ ഈ നോട്ട്സിന് പകരം കോൾ എന്നുള്ളത് യൂസ് ചെയ്യാം, നോട്ട്സ് എന്നുള്ളത് കൊണ്ട് അതും കീപ്പ് ചെയ്യാം. അപ്പോൾ കോൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ലോഗ് കോൾ എന്നുള്ളതായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. കാരണം മേക്ക് ഫോൺ കോൾ എന്നുള്ളത് ഈ CRMുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള തേർഡ് പാർട്ടി സർവീസുകൾ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഫ്രീ വേർഷൻസിലും നമ്മൾ മാക്സിമം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡിലാണ് ഇപ്പോൾ നമ്മൾ CRM യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലോഗ് കോൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവരെ വിളിച്ച സമയത്ത് അവരെന്താണോ പറഞ്ഞത് അതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ പിന്നെ ആ വിളിച്ച സമയത്ത് അവരെന്താണോ പറഞ്ഞത് അത് കൊടുക്കാം. പിന്നെ ഇവിടെ കോൾ ഔട്ട്കം എന്നുള്ളിടത്ത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ സ്റ്റാറ്റസ് കൊടുക്കാം. ചിലപ്പോൾ വിളിച്ച സമയത്ത് ബിസി ആയിരിക്കാം, പിന്നെ സെലക്ട് കോൾ ഡ്യൂറേഷനൊക്കെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ റോങ് നമ്പർ ആണെങ്കിൽ റോങ് നമ്പർ എന്ന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോഗോ കോൾ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾക്ക് വന്നിട്ടുള്ള ഒരു ടാസ്കിന് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഒരു നമ്പറിന് അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഇത് ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു നമ്പർ വന്നു, ആ നമ്പറിൽ നമ്മൾ വിളിക്കുന്നു, ആ വിളിച്ച സമയത്ത് അവരെന്താണോ പറഞ്ഞത് ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക.
അല്ലെങ്കിൽ ഇവിടെയാണ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം എന്തെങ്കിലും ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു സർവീസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ വിളിച്ചു. ആ സമയത്ത് എന്നെ ഫസ്റ്റ് വിളിച്ചപ്പം കിട്ടിയില്ല. പിന്നെ വീണ്ടും വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം നോക്കുന്നില്ല, ഞാനൊരു 1 മന്ത് കഴിഞ്ഞാലാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിവിടെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ലീഡ് സ്റ്റാറ്റസ് എന്നുണ്ടെങ്കിൽ ലീഡ് സ്റ്റാറ്റസും അതേപോലെ തന്നെയാണ് ഇൻ പ്രോഗ്രസ്സിലാവാം. ഇൻ പ്രോഗ്രസ് എന്നാൽ ഇപ്പോൾ അവരിങ്ങനെ അഡ്വാൻസ് തന്നിട്ട് പോവാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. അത് എനിക്ക് ആ ഒരു മേഖല കൂടുതൽ അറിയില്ല. പക്ഷേ നിങ്ങളതായ ഒരു ഐഡിയ അനുസരിച്ച് വേണമെങ്കിൽ ChatGPT ഒക്കെ നോക്കിയിട്ട് ഈ ലീഡ് സ്റ്റാറ്റസ് എന്താണ് കൊടുക്കേണ്ടതെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഒരു ഓവർവ്യൂ ഇതിൽ ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ ഈ കോൺടാക്ട്സിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ അഡ്വാൻസ്ഡ് ഫിൽറ്റർ ഇങ്ങനെ എനേബിൾ ആയിട്ട് എടുക്കും. ജസ്റ്റ് അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ലീഡ് സ്റ്റാറ്റസ്, അതേപോലെ തന്നെ പ്രിഫേർഡ് ചാനൽ എന്നൊക്കെ കൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോളത്തിലും നിങ്ങൾക്ക് എഡിറ്റ് കൊടുക്കാം. അപ്പോൾ എഡിറ്റ് കോളം എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ നോട്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പ്രിഫേർഡ് ചാനൽ നമുക്ക് വേണ്ട, കണ്ടൻറ് ടോപ്പിക്ക് വേണ്ട, ലീഡ് സ്റ്റാറ്റസ് കിടന്നോട്ടെ, ഇത്രയും കാര്യങ്ങളുണ്ടായിക്കോട്ടെ. എന്നിട്ട് അപ്ലൈ കൊടുക്കാം. കോളം ചെയ്തതിന് ശേഷം ഇവിടെ സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കോളം ഇവിടെ കാണിക്കും. ഇനി നമുക്ക് എങ്ങനെ ഇതിലേക്ക് ഒരു യൂസർ ആഡ് ചെയ്യാമെന്നുള്ള നോക്കാം. അപ്പോൾ യൂസർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫ്രീ വേർഷൻ ആണെങ്കിൽ 2 യൂസർ വരെയാണ് ചെയ്യാൻ പറ്റുക. അതിനുവേണ്ടി സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ യൂസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, യൂസർ ആൻഡ് ടീം എന്നുള്ളത്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ടീമിലേക്ക് ഒരാളും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ക്രിയേറ്റ് യൂസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആ യൂസർ ഏത് യൂസറാണോ നിങ്ങൾ ആഡ് ചെയ്യണം ഉദ്ദേശിക്കുന്നത് അവരുടെ ഇമെയിൽ ID കൊടുക്കുക. എന്നിട്ട് അവർ റോൾ എന്താണോ അത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് യൂസറാണ് സ്റ്റാൻഡേർഡ് യൂസർ, അഡ്മിൻ ആണെങ്കിൽ അഡ്മിൻ. എന്നിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആഡ് യൂസർ കൊടുക്കുക. അപ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകുമ്പോൾ അവരവിടെ നിന്ന് എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഇവിടെ കയറിയിട്ട് എന്ത് ചെയ്യുക, ടാസ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇമെയിൽ ID വെച്ചിട്ട്, അതായത് രജിസ്റ്റർ ചെയ്ത് ഇമെയിൽ ID വെച്ചിട്ട് സൈൻ അപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് CRM ഉപയോഗിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൽ നിലവിൽ വളരെ കുറഞ്ഞ പ്രൈസിലും CRM ലഭ്യമാണ്. അപ്പോൾ ആ ഒരു CRM വെച്ച് നോക്കുമ്പോൾ, ഈ ഒരു ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ളൊരു CRM വെച്ച് നോക്കുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നുള്ളൂ. ഞാനപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ ആയുള്ളൊരു CRM നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ നിങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.